അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമിൽ കില്ല. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. വെള്ളിയാഴ്ചൻ്റെ മഹത്വം നമുക്കറിയാം. വലിയ മഹത്വമാണ് വെള്ളിയാഴ്ചക്കുള്ളത്. ആ വെള്ളിയാഴ്ചയുടെ ഇന്ന് വെള്ളിയാഴ്ച, അതായത് ശനിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലും ശനിയാഴ്ച രാവുമായിട്ട് മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതുന്ന വിഷയം അതെല്ലാവരും ഓതണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓതാതെ പോകരുത്. അന്ന് നല്ല മധുരപലഹാരമൊക്കെ ഉണ്ടാക്കലും നല്ലതാണ്. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അന്ന് നല്ല റാഹത്തായി വീട്ടിലേക്ക് എല്ലാവരും ജോലിക്ക് പോരൊക്കെ എത്തുകയും പോകണം. എന്നിട്ട് യാസീനും സൂറത്ത് ദുഹാനൊക്കെ ഓതണം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞല്ലോ, സൂറത്ത് ദുഹാനിലൂടെ തന്നെ അതിനെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തൻ്റെയും ബജറ്റുകൾ വേർതിരിക്കുന്നതും അവൻ്റെ ഒരു വർഷത്തിൻ്റെ കണക്കും എല്ലാം കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ അന്നാണല്ലോ. അപ്പോൾ ഒരു വർഷം ഇതുവരെ ചെയ്തതിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഫിയായി ഫിർഖു കുല്ലംറിൻ ഹക്കീം എന്നാണല്ലോ. എല്ലാത്തിൻ്റെ വിധികൾ അവിടെ എന്താക്കും, ഫിർക്കത്ത് ഉണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു തആല പറഞ്ഞതല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടായ ദിവസമാണ്. ഈ ദിവസത്തിൽ നാം യാസീൻ ഓതണമെന്ന് പറഞ്ഞു. ആ യാസീൻ ഓരോ വ്യക്തിക്ക് വേണ്ടി ഓതണം എന്നാണ് പറഞ്ഞത്. ഭക്ഷണത്തിൻ്റെയും അതുപോലെ ആയുസ് കിട്ടാനും ഈമാനോട് സലാമത്തായി കിട്ടാനും ഹുസ്നുൽ ഖാത്തിമ എന്നാകാൻ പറഞ്ഞു. സൂറത്ത് ദുഹാൻ ഓതണം. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ ആർത്തവക്കാരി, പ്രസവക്കാരി അങ്ങനെ തുടങ്ങി വരുന്ന ഓതാൻ പറ്റാത്ത സ്ത്രീകൾ ഉണ്ടാകും. ചില പെണ്ണുങ്ങൾക്ക് യാസീൻ ഓതാൻ കഴിയില്ല, ഖുർആൻ ഓതാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളവർ എന്തു ചെയ്യും? അപ്പോൾ ഓതാണ്ടെടുക്കാൻ പറ്റുമോ? ഇല്ല, അവരും ഓതണമെന്ന് തന്നെയാണ്. പക്ഷേ നിബന്ധന ഉണ്ട്. അവർ ഖുർആൻ എന്ന ഉദ്ദേശത്തോടെ അല്ല അവർ ഓതേണ്ടത്. അവർ ഖുർആൻ ഉദ്ദേശമില്ലാതെ എന്താകണം? ഒരു ഖുർആൻ്റെ ഉദ്ദേശമില്ലാതെ തന്നെ അവർ യാസീൻ ഓതണം. കാരണം ഫി ജവാസ് കുല്ലി ബിലാ കസദിൻ തുഹ്ഫയിൽ അങ്ങനെ പറയുന്നു. ഒരു കസദും ഒന്നും കൂടാതെ, ഖുർആൻ എന്നുള്ള ആയത് കൂടാതെ, ഉദ്ദേശമില്ലാതെ അവർക്ക് എന്താക്കാം? 3 യാസീൻ ഓതാം. അവിടെ ഇമാം റബ്ലിഹുവിനോടും പറഞ്ഞെങ്ങനെയാണ്? ഖുർആന്റെ ഉദ്ദേശമില്ലാതെ അവർ വന്ന് ഓതിയാലും അവർക്ക് ജായിസാണ്, അനുവദീയമാണ്. ഖുർആൻ ഉദ്ദേശമില്ലാതെ ഓതാം. അവനെ പടാക്കിയ പോലെ പെണ്ണുങ്ങന്മാരുണ്ടാവല്ലോ, അവർക്ക് യാസീൻ ഖുർആൻ ഹക്കീനൊക്കെ ഓതാം. പക്ഷെ ഖുർആൻ എന്നുള്ള ഉദ്ദേശമില്ലാതെ നിനക്ക് ഓതണം. അള്ളാഹു തആലയാണല്ലോ എല്ലാം അറിയുന്നത്. എല്ലാം അറിയുന്നവൻ അള്ളാഹു ആണ്. നിങ്ങളന്ന് ഓതേണ്ട സ്ത്രീകളാണ്, ആർത്തവകാരികൾക്ക് ഓതേണ്ടതാണ്. പക്ഷെ അങ്ങനെ അപ്പോൾ ഓതാൻ നോക്കി മുസാഫ് തൊടാൻ പറ്റുന്നില്ല. എന്നാലും അവർ എന്താണ്? ഖുർആൻ എന്ന ലക്ഷ്യമില്ലാതെ നിലക്ക് അവർ എന്താണ്? ഉദ്ദേശമില്ലാതെ നിലക്ക് ഓതണം. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ മഹത്വം എത്രയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം റളിയല്ലാഹു പറയാണ്, ഇത് ലൗ ഖറഅൽ ഖുർആൻ ജമീഅഹു ലാ ബിഖസ്ദിൽ ഖുർആൻ ഇജാസ. അതും അവിടെ പറയുന്നുണ്ട്. മുഗനിയിലും പറയുന്നുണ്ട്. ഇമാം ഖതീബ് റളിയല്ലാഹു അൻഹു അവിടെ എന്താണ് പറയുന്നുണ്ട്? മുഗനിയിലും പറയുന്നുണ്ട്, ലൗ ഖറഅൽ ഖുർആൻ ജമീഅഹു ലാ ബിഖസ്ദിൽ ഖുർആൻ ഇജാസ. അവിടെയും പറ്റും. എല്ലായിടത്തും പറയുന്നത് തന്നെയാണ്. വാർത്തകാരിയായാലും ഓതാൻ പറ്റാത്ത സ്ത്രീകൾക്ക് അന്ന് ഖുർആന്റെ ഉദ്ദേശം ഇല്ലാ നിലക്ക് തന്നെ അവർക്ക് 3 യാസീനും ഓതാൻ വിരോധമില്ല. ഖുർആൻ എന്ന ഉദ്ദേശമില്ലാ നിലക്ക് അവർക്ക് ഓതാൻ പറ്റുമെന്നാണ് തുഹഫയിലും അതുപോലെ തന്നെ ഇമാം റംലിയുള്ളാഹുവിനും മുഗനും ഒക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികളെ, അപ്പം അവർക്ക് അന്ന് ഖുർആന്റെ ഉദ്ദേശമില്ലാതെ നിലക്ക് തന്നെ 3 യാസീൻ ഓതണമെന്ന് ഈ കിതാബിലൊക്കെ പറയുമ്പോൾ, ഇമാമികളൊക്കെ പറയുമ്പോൾ നമ്മളെ അവസ്ഥ എന്താണ്? നമുക്ക് ആർത്തവ്യം മനസ്സിലാത്ത ആണുങ്ങളാണല്ലോ, നമുക്ക് അങ്ങനത്തെ വിഷയമില്ലല്ലോ. അപ്പം നമുക്ക് ഓതാമല്ലോ. നമ്മൾ ആ സമയത്ത് ജോലിയിൽ പോകുന്നവരൊക്കെ അന്നത്തെ ആ വെള്ളിയാഴ്ച ഏതായാലും ലീവാണല്ലോ. ആ ലീവോടനുബന്ധിച്ച് മഗ്‌രിബിന് ശേഷം 3 യാസീനും മറന്നു പോകാൻ പാടില്ല. ആ നിയത്തോടെ കൂടെ 3 യാസീൻ ഓതു തന്നെ വേണം. ഭക്ഷണത്തിനും അള്ളാഹു തആല ഭക്ഷണം വിശാലമാക്കി തരുന്ന അള്ളാഹുവാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുപ്പ് വേണം, അള്ളാഹുവിനോട് ചോദിക്കണം. അതുപോലെ തന്നെയാണ് ഇവർ ആയുസ് ദീർഘിപ്പിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു തആല ഒരാൾക്ക് ഇത്ര ഇട്ടെങ്കിൽ അള്ളാഹുക്ക് കുറക്കാൻ കയറ്റാൻ അള്ളാഹ് കഴിയുമല്ലോ.
അതുപോലെ തന്നെ ഈമാൻ സലാമത്തായി മരിക്കാനും ഈമാൻ ഹുസ്നുൽ ഖാത്തിമെന്നായി മരിക്കാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് യാസീൻ ഓതിയുമ്പോഴും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വെറുതെ സമയം കളയണ്ട. നിങ്ങളെന്താണ് മനഃപ്പാടമുള്ള ഒരുപാട് ദിക്റുകൾ ഉണ്ടാകും. ദിക്റും സലാത്തും യാസീനൊക്കെ നിങ്ങൾ ഓതാം. പക്ഷേ ബിലാ ഖസ്ദിൽ ഖുർആൻ്റെ ഉദ്ദേശമില്ലാത്ത നിലക്കെന്താ യാസീൻ ഓതിയാലും അള്ളാഹു അതിൻ്റെ കൂലി തരും എന്നതാണ് മഹാന്മാരൊക്കെ പറയുന്നത്. പിന്നെന്താണ് 100 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് 100 പ്രാവശ്യം ദിക്ർ ചൊല്ലണം. പിന്നെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസ്ർ അതും 100 പ്രാവശ്യം ചൊല്ലണം. 100 എത്രയും ചൊല്ലി പക്ഷെ ഇവിടെ പറയാണ് അതൊക്കെ ചൊല്ലണം, അതിൻ്റെ ഗൗരവമാണ്. അങ്ങനെ ചൊല്ലിയിട്ട് ഓരോ വ്യക്തികളും കരഞ്ഞുകൊണ്ട് ദ്വാരിക്കണം, മരിച്ചു പോയവർക്കൊണ്ടൊക്കെ ദ്വാരിക്കണം. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം, നല്ല മധുര പലഹാരങ്ങൾ ഉണ്ടാക്കണം. അതെല്ലാം ഈ ശഅബാനിൻ്റെ 15 നിയമങ്ങളിൽ പെട്ടതാണ്. അതെല്ലാം വളരെ സന്തോഷമാണ്. ലോക മുസ്ലിങ്ങളത് ശഅബാൻ 15 ഭക്ഷണങ്ങളും മറ്റൊക്കെ ആക്കിക്കൊണ്ട് അവരെ കുടുംബബന്ധം ചേർക്കാനും എല്ലാം ഇത് നിമിത്തമാകണം. പിന്നെ പിറ്റേന്ന് നോമ്പ് നോക്കുക എന്നുള്ളതും അത് വളരെ മഹക്കതായ സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ ധാരാളം സലാത്തുകൾ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെ ഒരുപാട് സലാത്തുകൾ 100 200 ഒക്കെ കൈനത്രങ്ങൾ ചൊല്ലണം. അങ്ങനെ ഈ പരിശുദ്ധ ശഅബാൻ ഇന്ന് രാത്രിയാണ് മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതേണ്ടത്. ഞാൻ പറഞ്ഞ സ്ത്രീകളെ നിങ്ങൾക്ക് ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിങ്ങൾ കളിക്കണ്ട, ചിരിക്കണ്ട, തമാശാരും ഉണ്ടാതെ കടന്നുറങ്ങുകയും വേണ്ട. നിങ്ങൾ ഖുർആൻ ഉദ്ദേശമില്ലാതെ നിലക്ക് ഫീ ജവാസി കുല്ലിഹി ബിലാ കസ്ദിൻ കസദില്ലാതെ തൗഫീൽ പറയുന്നു. നിങ്ങൾക്ക് എന്താണ് ഖുർആന്റെ ഉദ്ദേശമില്ലാതെ നിങ്ങൾക്ക് എന്താക്കാം യാസീൻ ഓതാം. അമ്മാ ഇദാ ഖറാ ശയ്യൻ മിൻഹു ലാ അലാ കസ്ദിൽ ഖുർആനി ഫയജൂസു. അങ്ങനെയാണ് പറഞ്ഞത്, ജായിസാണ്, അനുവദനീയമാണ്. ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ നിലക്ക് അവർക്ക് യാസീൻ ഓതാം. അപ്പോൾ ദിക്റായിട്ട് ആ നിലക്കേറ്റൽ ഓതാം. പക്ഷേ അതിൻ്റെ ഒക്കെ കൂടി അള്ളാഹു തരും. അതെങ്ങനെയാണ് ഓരോരുത്തൻ്റെ നിയത്ത് പോലെയാ ഉണ്ടാകുക. അള്ളാഹു താല നല്ല നിലക്ക് പറയാത്തരാവൂ നമുക്ക് കഴിച്ചു കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആയുസ് അള്ളാഹു നീട്ടിത്തരുമാറാവട്ടെ. നോമ്പ് നോക്കാനും പരിശുദ്ധ ഇനി നമ്മൾ ഈ കടന്നു വരുന്ന പരിശുദ്ധ റമദാൻ മാസം ആഗതമാകും അതിലേക്ക് എത്തുകയും ആ നോമ്പ് നോക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ വസിയത്തോടെ എൻ്റെ ബാപ്പാൻ്റെ ഇന്ന് എൻ്റെ ബാപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസം കൂടിയാണ്. ഈ ടൂലിൽ കാണുന്ന എല്ലാവരും എൻ്റെ ബാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിയോ ഒരു യാസീനോ നിങ്ങൾ ഓതി ഹദീസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾ വസിയത്ത് ചെയ്യുന്നു. എൻ്റെ ബാപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. അള്ളാഹു അവിടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങൾ അള്ളാഹു മാഫ് ചെയ്ത് കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.